ഖത്തറിൽ നിന്ന് ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനുള്ള 17 വർഷത്തേക്കുള്ള പുതിയ കരാറിൽ ഇന്ത്യയും ഖത്തറും ഒപ്പുവച്ചു. ഖത്തർ എനർജിയും ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷനും തമ്മിൽ ഒപ്പുവച്ച കരാർ പ്രകാരം ഖത്തർ എനർജി ഓരോ വർഷവും പരമാവധി 10 ലക്ഷം ടൺ LNG ഇന്ത്യക്ക് നൽകും. ഈ ന്യൂസ് ആരെങ്കിലും കേട്ടിരുന്നോ? ഇതെന്താ ഇവിടെ ഗ്യാസ് ജിഹാദ് നടത്താനുള്ള വല്ല പരിപാടി ഉണ്ടോ ഖത്തറിന്? സമ്മതിക്കൂല. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം അതെങ്ങനെ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുക? മോദിജി, നമ്മളിതിൽ ഇടപെടേണ്ട കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളെ സംഖ്യകൾക്കൊന്നും തീരെ സഹിക്കുന്നില്ല. ഖത്തറിനെ പോലത്തെ രാജ്യത്തോടാണോ നമ്മളെ 17 വർഷത്തേക്കുള്ള കരാറുകളൊക്കെ നിങ്ങൾ പുതുക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും ഒക്കെ പോകുന്നത്? ഇത് ഇവിടുത്തെ പരിപാടിയാണ്. ഖത്തർ ആരാണ്? ഇസ്ലാമിക തീവ്രവാദ രാജ്യം. ഞങ്ങളുടെ അതായത് സംഘികളായിട്ടുള്ള ഞങ്ങളെ സ്വന്തം അപ്പനായിട്ട് കാണുന്ന നെതന്യാഹും അല്ലെങ്കിൽ അപ്പൻ്റെ ബാക്കിയുള്ളവരിക്കുന്ന ഇസ്രായേൽ രാജ്യത്തിനെതിരെ പോരാടുന്ന, ഹമാസിന് അഭയം കൊടുത്ത്, ഹമാസിന് ഫണ്ട് കൊടുത്ത്, ഹമാസിന് എല്ലാം കൊടുത്ത് ജീവിക്കുന്ന ഖത്തർ എന്ന രാജ്യവുമായിട്ട് ഇന്ത്യ, അതും ഇന്ത്യയിലെ ഗുജറാത്തിലെ സ്റ്റേറ്റ് പെട്രോളിയം കമ്പനി ഒരു കരാറിൽ ഒപ്പിടി. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എനിക്ക് ഉറപ്പാണ് ഇത് ഖത്തറിൻ്റെ പരിപാടി. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഖത്തർ ഇമ്മാതിരി പരിപാടി കളിച്ച് ആ ഫണ്ട് വെച്ചിട്ട് അവിടെ ഗ്യാസ് ജിഹാദ് നടത്തുന്നുണ്ട്. ഇവിടെ ലവ് ജിഹാദ് കഴിഞ്ഞ്, ലാൻഡ് ജിഹാദ് കഴിഞ്ഞ്, നാർക്കോട്ടിക് ജിഹാദ് കഴിഞ്ഞ്, ഡ്രഗ് ജിഹാദ് കഴിഞ്ഞ്, വേറെ പല 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 ജിഹാദ്. തൊട്ടാ പിടിച്ചാലും നമ്മുടെ യോഗിൻ്റെ ഒക്കെ അണ്ണാക്കുന്ന് വരുന്ന ജിഹാദ് മാത്രമാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഗുജറാത്തിലെ സ്റ്റേറ്റ് പെട്രോളിയം ഖത്തറുമായിട്ടൊക്കെ ഇങ്ങനത്തെ കരാറിൽ ഏർപ്പെടുന്നത്. ഇത് ഏത് തരത്തിലുള്ള ആര് സമ്മതിച്ചു മോദി നിങ്ങൾക്കിത്? ഞങ്ങൾ സംഘികൾ സമ്മതിക്കൂല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുമെന്നാണ്. ഈ പൈസ വെച്ചിട്ടല്ലേ അവന്മാർ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ അവിടെ നിന്ന് വാങ്ങാതെ തീരുമാനിച്ചു, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാമെന്നല്ലോ. അപ്പോൾ ആ പൈസ വെച്ചിട്ട് അവന്മാർ എന്തൊക്കെ ചെയ്യും? ഹമാസിന് പൈസ കൊടുക്കൂലേ? ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തുള്ള ബാക്കിയുള്ള എത്ര തീവ്ര സംഘടനകൾക്ക് ഖത്തർ പൈസ കൊടുക്കൂലേ? അത് വെച്ചിട്ടല്ലേ ഇവന്മാർ പരിപാടിയൊക്കെ കാണിക്കുന്നത്? ഇത് ജിഹാദല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക് മോദിജി. നിങ്ങൾ ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ സംഘികളുടെ കോഴിക്ക് മുലയില്ലെങ്കിൽ സംഘികൾക്കുള്ള ബുദ്ധിയുടെ അത്ര ഒന്നും വിവരം മോദി നിങ്ങൾക്കില്ല. മോദി നിങ്ങൾ കൈവിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമ്മാതിരി ഊളപ്പരിപാടിക്ക് ഞങ്ങൾ സമ്മതിക്കില്ല. ഏതായാലും ന്യൂസിന്റെ ബാക്കി കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. വിതരണം 2026 മുതൽ തുടങ്ങും. 1999 മുൻപ് ഖത്തർ പെട്രോളിയം എന്നറിയപ്പെട്ടിരുന്ന ഖത്തർ എനർജിയും പെട്രോനെറ്റും 7.5 മെട്രിക് ടൺ LNG വിതരണം ചെയ്യുന്നതിനുള്ള ആദ്യ ദീർഘകാല LNG ഇറക്കുമതി കരാറിൽ ഒപ്പുവെച്ചതു മുതൽ ആരംഭിച്ച ബന്ധമാണ് പുതിയ കരാർ വഴി കൂടുതൽ ശക്തിപ്പെടുന്നത്. ഇതിനിടെ കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായെങ്കിലും 2019-ലും 2023-ലും ചെറിയ ഭേദഗതികളോടെ കരാർ പുതുക്കിയിരുന്നു. ഇതനുസരിച്ച് 2023-ൽ ഖത്തറിൽ നിന്ന് 10.6 ദശലക്ഷം ടൺ LNG ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. 2024-ൽ ഖത്തർ എനർജിയും ഇന്ത്യയിലെ പെട്രോനെറ്റും 20 വർഷത്തെ ദ്രവീകൃത പ്രകൃതിവാതക കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ 2025-ൽ വീണ്ടും കരാർ പുതുക്കിയിരുന്നു. അത് ശരി, നിങ്ങൾ കുറെ കാലമായിട്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട് അല്ലേ? 2019 അതിൻ്റെ മുമ്പ് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം, അത് നമ്മളിവിടെ പറയുന്നില്ല. ഇപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് ഇടഞ്ഞു നിന്ന് 2019 മുതൽ ഞങ്ങളെ പാവം സംഘിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ പറ്റിക്കുന്നുണ്ടല്ലേ? ഈ പറഞ്ഞ ജിഹാദിനൊക്കെ പൈസ കൊടുത്തിട്ട്, ഗ്യാസ് ജിഹാദിനൊക്കെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ മോദി? ശരിയാക്കി തരാം. ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ജയ് വിളിച്ച് ഉള്ള പശുവിൻ്റെ അപ്പിയും തിന്ന് മൂത്രവും കുടിച്ച് ഇങ്ങനെ കിടന്ന് യമുനയിലും ഗംഗയിലും ചളിവെള്ളത്തിലും തീട്ടവെള്ളത്തിലും കുളിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചുകൊണ്ടിരിക്കുക. ആ പട്ടിണിയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ. നിങ്ങൾക്ക് അറിയോ? പട്ടിണിയാണ്, മുഴുപ്പട്ടിണി. ഞങ്ങൾക്ക് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക സ്ഥിതിയുള്ള അല്ലെങ്കിൽ GDP ഉള്ള രാജ്യമായിട്ടുള്ള ഞങ്ങളെ രാജ്യത്ത് ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് വയറിൻ്റെ അകത്തുണ്ടല്ലോ ഞങ്ങൾ ചാണകം വെച്ച് കെട്ടിയിട്ടൊരു കെട്ടിട്ടായി ജയ് വിളിക്കാനൊക്കെ വരുന്നത്. അതുപോലെ നിങ്ങൾക്കറിയോ? ഒന്നും അറിയില്ല. പിന്നെ ആകെ ഞങ്ങളുടെ താങ്ങാനുള്ളത് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് വിവരം കെട്ട ചാനലുകൾ മാത്രമാണ്. ഈ ഗോദി മീഡിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ജയ് വിളിച്ചിട്ട് അവസാനം നിങ്ങൾ ഇമ്മാതിരി പരിപാടിക്കാൻ നിൽക്കുന്ന ഇമ്മാതിരി ഖത്തറുമായിട്ടൊക്കെ നിങ്ങൾ സംയുക്ത ഈ കരാറുകളിലൊക്കെ ഒപ്പിടാൻ പോകുന്നത് ഞങ്ങളെ കൊണ്ട് സമ്മതിക്കാൻ തരുമോ? ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളൊക്കെ സ്വന്തം അപ്പന്മാരായിട്ടുള്ള നമ്മുടെ സ്വന്തം സംഘികളുടെ അപ്പന്മാരായിട്ടുള്ള ജൂതന്മാർ അവിടെ കിടന്നിട്ട് ഖത്തറിനിടെ വെടിവെക്കുന്നു, ഇറാനിലോട്ട് വെടിവെക്കുന്നു, അങ്ങോട്ട് വെടിവെക്കുന്നു. ഇതിപ്പോൾ ഇറാനിനും നമ്മൾ ഇങ്ങോട്ട് പെട്രോളിയം വാങ്ങിക്കാനുള്ള സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഖത്തർ നമ്മൾ പ്രകൃതിവാതകങ്ങളും അല്ലെങ്കിൽ ദ്രവീകൃത വാതകങ്ങൾ വാങ്ങിക്കാനുള്ള അവസ്ഥയിലോട്ട് എത്തി. ഇറാനെ പോലത്തെ ഖത്തറിനെ പോലത്തെ രാജ്യങ്ങളുമായിട്ട് എന്ത് നയതന്ത്ര ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത്? നമുക്ക് വേണ്ട. നമുക്ക് ഇവിടെ സംഗീസുണ്ട്. ഞങ്ങൾ പണ്ടത്തെ ശിലായുഗത്തിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ പെട്രോളും അല്ലെങ്കിൽ CNG കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും കക്കൂസ് പോലും ഇല്ലാന്ന്. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ പറഞ്ഞ പ്രകൃതിവാതകങ്ങളും ഈ പറഞ്ഞ പെട്രോളും കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ, കുറച്ച് ഇൻ്റർനെറ്റ്, അതിൽ ഇച്ചിരി റീല് കാണാനുള്ള ഒരു സൗകര്യം ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ മോദിജിന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങളത് വെച്ച് സന്തോഷമായിട്ട് അങ്ങ് വല്ല കാട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നക്കി ജീവിച്ച് അങ്ങോട്ട് തീർന്നോളാം. ഞങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടികളായിട്ട് നിൽക്കാൻ ഒരു താല്പര്യമില്ല.
നിങ്ങളിത് ഞങ്ങളെ പറ്റിച്ച് എത്ര കാലച്ചിട്ട് ഞങ്ങളങ്ങനെ ഇമാതിരി ജിഹാദിന് വിട്ടുകൊടുക്കാൻ പോകുന്നത്? കേൾക്ക്, ന്യൂസ് ബാക്കി കേൾക്കാം നമുക്ക്. ഒതുക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ത്യയിലെ വിവിധ ടെർമിനലുകളിലേക്ക് എക്സ്ഷിപ്പ് അടിസ്ഥാനത്തിൽ ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനുള്ള കരാറിൽ ഖത്തറും ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷനും തമ്മിൽ പുതിയ കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാനും പ്രകൃതി സൗഹൃദ ഊർജ്ജത്തിലേക്ക് മാറാനും കരാർ സഹായിക്കുമെന്ന് ഖത്തർ എനർജി സിഇഒ സാദിൽ ഷരീദ് അൽ ഖാബി പറഞ്ഞു. ഇരു കമ്പനികളുടെയും പരസ്പര വിശ്വാസവും സഹകരണവുമാണ് ഇതിലൂടെ കൂടുതൽ ശക്തമാകുന്നതെന്നും ഖത്തർ എനർജി ലോകവ്യാപകമായി വിതരണ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2030 ആകുമ്പോഴേക്കും പ്രകൃതിവാതകത്തിന്റെ ഉപയോഗം 15% വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ കരാർ നിലവിൽ വരുന്നത്. അമേരിക്കയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ LNG കയറ്റുമതിക്കാരായ ഖത്തർ ഊർജ്ജ മേഖലയിലെ ഏറ്റവും വലിയ പദ്ധതിയായ നോർത്ത് ഫീൽഡ് എക്സ്പാൻഷൻ പ്രൊജക്ടിന് കീഴിൽ പ്രകൃതിവാതക ഉൽപ്പാദനത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാർ ഖത്തറിനും ഏറെ നേട്ടമുണ്ടാക്കും. ജപ്പാൻ, ചൈന, ദക്ഷിണ കൊറിയ എന്നിവയ്ക്കൊപ്പം ഖത്തറിന്റെ മുൻനിര ഏഷ്യൻ ഉപഭോക്താക്കളിൽ ഇന്ത്യയും ഉൾപ്പെടും. അൻവർ പാലേരി. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഞങ്ങളെ സംഖ്യക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര മോശം. ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴിയുള്ളൂ. ഞങ്ങൾ സംഖ്യകൾ പുതിയൊരു പരിപാടി ചെയ്യാൻ പോവാണ്. ഇതേതായാലും തിരിച്ച് ഞങ്ങളുടെ മൂട്ടിൽ തന്നെ കിട്ടിയ അടി ആയതുകൊണ്ട് ഞങ്ങൾ ഏതായാലും തിരിച്ച് പറയാൻ പോവാണ്, നമ്മൾ ജിഹാദികളെ പറ്റിക്കാൻ പോകുന്നു. നമ്മൾ ഇമ്മാതിരി കരാറുകൾ ഈ പറഞ്ഞ അമേരിക്കയായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അടിയാണ്. ഇന്ന് രാവിലെ മുതലേ മൊത്തത്തിൽ സംഘിൻ്റെ മൂട്ടിലിട്ടാണ് പൊട്ടുന്നത്. ഒന്ന്, നമ്മൾ കംപ്ലീറ്റ്ലി റഷ്യ എന്നുള്ള എണ്ണ സ്റ്റോപ്പ് ചെയ്തു, നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാൻ പോവാണ്. രണ്ടാമത്, ഖത്തറിനെ പോലത്തെ ഒരു ജിഹാദ് രാജ്യത്ത് നിന്ന് നമ്മൾ വീണ്ടും പ്രകൃതിവാതകങ്ങൾ, ദ്രവീകൃത വാതകങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. മൊത്തത്തിൽ സംഘിക്കിട്ടടിയാണ്. ഇന്ത്യക്കിട്ടടിയല്ല, ഇന്ത്യക്ക് ഇതൊക്കെ മെച്ചാം. ഇന്ത്യക്ക് ഇപ്പം നമ്മൾ റഷ്യൻ ക്രൂഡ് ഓയിൽ നിർത്തിയിട്ട് നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മുടെ തീരുവ കാര്യങ്ങളും ബാക്കി എല്ലാ നിരോധനങ്ങളും ബാക്കി ഉപരോധങ്ങളും ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ആയി ഇന്ത്യക്ക് മെച്ചം വരും കേട്ടോ. സംഘിക്ക് മെച്ചം വരില്ല. സംഘിക്ക് അണ്ണാക്കിൽ കിട്ടിയ അടിയാണ്. അണ്ണാക്കിൽ പിരിവെട്ടിരിക്കുക. നമ്മുടെ മലയാളനാടനും നമ്മുടെ വിറയൻ ദാസനും നമ്മുടെ ADCB മലയാളവും അങ്ങനെ പറഞ്ഞ ADCB മലയാളം നമ്മുടെ ക്രിമി മലൻ ചാനലുകളും ഒക്കെ ഇങ്ങനെ ഇട്ട പുട്ട് മൊത്തം പൊട്ടി മൊത്തം നിവന്മാരുടെ കണ്ണാക്കിൽ പിരിവിട്ടിരിക്കുന്ന അവസ്ഥ. ഏതായാലും ഇന്ത്യക്ക് ഇതുകൊണ്ട് മെച്ചാണ്. അമേരിക്കയായിട്ടുള്ള നല്ല ബന്ധം നമ്മൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരും. ഖത്തറുമായിട്ടുള്ള ജിഹാദ് രാജ്യമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഇന്ത്യ, അതായത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ടുള്ള ഖത്തറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മെച്ചാണ്. നമുക്ക് ഇന്ത്യയിൽ 15% നമ്മൾ മറ്റ് പെട്രോളിയം ബാക്കി ഇലക്ട്രിസിറ്റി ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ഇനി ഈ വാതകങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മളെ പല എനർജി സോഴ്സായി നമ്മൾ മാറ്റാൻ നോക്കുന്നത്. നമ്മൾ മെച്ചത്തിലേക്കാണ് പോകുന്നത്. ഇത് കേട്ടിട്ട് മോന്തക്ക് അടി കിട്ടും നമ്മുടെ നാട്ടിലെ സംഘി കുഞ്ഞുങ്ങൾക്ക് മാത്രമേ, വേറെ ആർക്കുമല്ല. അപ്പം ഇന്ത്യ അങ്ങനെ നല്ല രീതിയിലൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോട്ടെ. സംഘി കുഞ്ഞുങ്ങൾ ഇനിയും ഈ പറഞ്ഞ ജയ് വിളിച്ചിട്ട് വീണ്ടും താഴോട്ട് കുത്തി ചാണകക്കുണ്ടിലോട്ട് ഊർന്ന് ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് ചത്തോട്ടെ.